അടുത്ത കാലത്തായി സമൂഹത്തിലും സാമൂഹിക മാധ്യമങ്ങളിലും കണ്ടുവരുന്ന ഒരു പതിവുണ്ട്. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും വിധത്തിൽ ബന്ധിപ്പിക്കുന്നതോ ആയ അനിഷ്ട സംഭവങ്ങൾ നടന്നാൽ അവ ചൂടേറിയ അന്തിച്ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന വിവാദങ്ങളും ക്രൈസ്തവ സമൂഹത്തിനും സഭയ്ക്കും അവർ നടത്തുന്ന സ്ഥാപനത്തിനുമെതിരെ നിർദാക്ഷിണ്യം പ്രചരണങ്ങൾ നടത്തുന്നതിനുള്ള അവസരങ്ങളുമായി മാറുന്നു. ജീവനക്കാരുടെ ആത്മഹത്യകൾ, വിദ്യാർത്ഥികളായ കുട്ടികളുടെ ആത്മഹത്യകൾ, ഹോസ്റ്റലുകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തുടങ്ങിയ അനിഷ്ട സംഭവങ്ങൾ ഇന്ന് കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും അവ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ മാത്രമാണ് വിവാദ വിഷയമാകുന്നുള്ളൂ എന്നത് ക്രൈസ്തവരും മതേതര ഇന്ത്യയിൽ വിശ്വസിക്കുന്ന ഏതൊരു യഥാർത്ഥ ഇന്ത്യക്കാരനും ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം, രാജഗിരി ആശുപത്രിയിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിലാണ് ഇവയൊക്കെ പറയുന്നതെന്ന്. എങ്കിലല്ല, നാളുകൾ നീണ്ടു നിൽക്കുന്ന അനുഭവങ്ങൾ ഇതിന് പിറകിലുണ്ട്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ, രാജഗിരി ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഉദാഹരണങ്ങൾ മാത്രമാണ്. കാരിത്താസ് ഹോസ്പിറ്റൽ, മാർസ്ലീവ മെഡിസിറ്റി തുടങ്ങിയ ആശുപത്രികളും മുമ്പ് സമാനമായ വിധത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നേരിട്ടിരുന്നു. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലുണ്ടായ ID കാർഡ് വിവാദവും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ പ്രാർത്ഥനാമുറി വിവാദവും താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്കെതിരെ ഉണ്ടായ വിവാദവുമൊക്കെ ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങളുള്ള ചിലരുടെ പ്രവർത്തന ഫലമല്ലേ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായ അനിഷ്ട സംഭവങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കേരളം കാണാറുള്ളത്. കൂടുതൽ ഗുരുതരമായ പലതും കാര്യമായ വാർത്തകൾ പോലുമാകാത്ത പശ്ചാത്തലത്തിലും ക്രൈസ്തവ സ്ഥാപനങ്ങളെങ്കിൽ ചിലർ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ അമിതാവേശം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. തിരുവനന്തപുരം ശ്രീചിത്ര പുവർ ഹോമിലെ 3 പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായുള്ള വാർത്ത ജൂലൈ 14 മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതൊരു വിവാദമായില്ല എന്നു മാത്രമല്ല, യാതൊരുവിധ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട് കാണാനായില്ല. കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികൾ നിരവധിയാണ്. ചാലക്കുടിയിലെ 15-കാരിയായ പെൺകുട്ടിയും തിരുവനന്തപുരം സ്വദേശിനിയായ പോളിടെക്നിക് വിദ്യാർത്ഥിനിയും എറണാകുളത്ത് പാരാമെഡിക്കൽ 1ാം വർഷ വിദ്യാർത്ഥിനിയും ഒക്കെ അതിലുൾപ്പെടുന്നു. പക്ഷേ ഈ അവസരങ്ങളിൽ ഒന്നും കാണുന്നില്ലാത്ത ആർജവമായിരുന്നു 2 വർഷം മുമ്പ് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത അവസരത്തിൽ കാണാനിടയായത്. അക്കാലയളവിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ കേരളത്തിൽ ഒട്ടേറെ നടന്നിട്ടുണ്ടെങ്കിലും അക്കൂട്ടത്തിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ നടന്ന 2 ആത്മഹത്യകൾ മാത്രമാണ് വിവാദങ്ങൾക്കും മാധ്യമ ചർച്ചകൾക്കും വഴിയൊരുക്കിയത് എന്നതാണ് വാസ്തവം. ഒരു ജീവൻ നഷ്ടപ്പെടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ കാര്യമാണ്. എന്നാൽ അതിൻ്റെ മറവിൽ ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ വഹിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ മാത്രം വേട്ടയാടുന്ന പ്രവണത ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിൽ നിന്നൊക്കെ നാം എന്താണ് വായിച്ചെടുക്കേണ്ടത്? ചിലർ സാമൂഹിക പ്രതിബദ്ധതയുടെ കപടം മുഖംമൂടി ധരിച്ച് എന്നാൽ വർഗീയതയുടെ വിഷം വമിപ്പിക്കുന്നവരായി ക്രൈസ്തവരെയും അവരുടെ നേതൃത്വങ്ങളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിടുന്നുണ്ടെന്നല്ലേ? ക്രൈസ്തവർക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നതിനും പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്നതിനുമുള്ള ആസൂത്രിത ശ്രമങ്ങൾ നമ്മൾക്കിടയിൽ നടന്നു വരുന്നുണ്ടെന്നല്ലേ? അത്തരക്കാർക്കെതിരെ പൊതുസമൂഹവും ക്രൈസ്തവ വിശ്വാസികളും ജാഗ്രതയോടെ സമീപിക്കുക തന്നെ വേണം.